ഹലോ ഡിയേഴ്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ കുടുംബക്ഷേത്രമായ മുതലശ്ശേരിലെ സപ്താഹത്തിൻ്റെ വിശേഷങ്ങളും ഒക്കെ ആയിട്ടാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഷോർട്ട് വീഡിയോസൊക്കെ ആയിട്ട് വരാറുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഫുൾ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ചേച്ചിയുടെയൊക്കെ ഭജൻസിൻ്റെ അരങ്ങേറ്റമായിരുന്നു. അപ്പോൾ അതൊക്കെ വളരെ മനോഹരമായിട്ട് കഴിഞ്ഞു. അവർക്ക് കുറേ ബുക്കിംഗ് ഒക്കെ ആയി. അപ്പോൾ പിന്നെ അടുത്ത ദിവസം നമ്മുടെ കണക്കായിരുന്നു പൂജയും അന്നദാനവും കാര്യങ്ങളൊക്കെ. അപ്പോൾ രാവിലെ ഞങ്ങൾ പോയി. ഈ സപ്താഹത്തിൻ്റെ ഇഡ്ഡലി സാമ്പാറൊക്കെ കഴിക്കാൻ ഒരു പ്രത്യേക രുചിയാണ്. പിന്നെ ചേച്ചിമാരും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടെ ഒരു പ്രത്യേക സന്തോഷമായിരുന്നു കേട്ടോ. അവിടെ ചെന്നപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ വരുമ്പോഴാണല്ലോ എല്ലാവരും കൂടെ കാണുന്നത്. പിന്നെ ഞങ്ങളെല്ലാം ഒരേപോലത്തെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. എല്ലാം ഒന്ന് പ്ലാൻ ചെയ്തിട്ടാണ്. കാരണം ഇങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങളൊക്കെ വളരെ അപൂർവമായിട്ട് കിട്ടുന്നതല്ലേ. അപ്പം അങ്ങനെ എല്ലാവരും ഒരേപോലത്തെ ഡ്രസ്സും എല്ലാവർക്കും ചേരുന്ന ഒരു ഇതാണ് സെറ്റ് സാരിയും സെറ്റും ഉണ്ടോ എന്നൊക്കെ പറയുന്നത് അല്ലേ. അപ്പം പിന്നെ ഞങ്ങൾ ഒരേപോലത്തെ കളറ് ഈ കസവിനെ എടുത്ത് കഴിയുമ്പോഴത്തേക്കും ബ്ലൗസ് ഒരേപോലത്തെ കളർ എടുത്താൽ മതിയായിരുന്നു. അങ്ങനെ അമ്മമാർക്കും എല്ലാവരും ഒരേപോലത്തെ അങ്ങ് എടുത്തു. ചേച്ചിയുടെ അമ്മ ആണെങ്കിൽ പിന്നെ വേറെ ഒരു സ്ഥലം വരെ പോയേക്കുമായിരുന്നു. അത് കാരണമാണ് എടുക്കാഞ്ഞത്. പിന്നെ ബാക്കി അമ്മയുടെ ഞാൻ വീഡിയോ എടുക്കണമെന്ന് അവിടെ നിന്ന് ഒളിഞ്ഞു നോക്കുകയാണ് എൻ്റെ അമ്മ. ചേട്ടനമ്മയായിരുന്നു കേട്ടോ. പിന്നെ ഇതെൻ്റെ പപ്പയും അമ്മയും വന്നായിരുന്നു. പിന്നെ അമ്മയുടെ അവിടുത്തെ ചേച്ചി എല്ലാവരും വന്നായിരുന്നു കേട്ടോ. വീട്ടിൽ നിന്ന് എല്ലാവരും വന്നായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ സദ്യ കഴിക്കാൻ പോയി. സപ്താഹത്തിൻ്റെ ഭക്ഷണം നല്ല രുചിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സപ്താഹത്തിൻ്റെ ഫുഡ്. അപ്പം വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരുടെയും ചിരി കണ്ടോ. എന്നാ നോക്കി ഒരാൾ അവിടെ ഇരുന്ന് എന്തോ കാര്യമായിട്ട് സംസാരിക്കുന്നുണ്ട്. പായസം വേണോ പായസം. പിന്നെ ഞങ്ങൾ കുറേ ആവശ്യത്തിന് ഫോട്ടോസ് ഞങ്ങൾ അങ്ങ് എടുത്തു കേട്ടോ. ഇവരുടെ ഭജൻസ് അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അതിമനോഹരമായിരുന്നു. ഈ സപ്താഹത്തിന് ഇതൊരു പ്രത്യേകമായിട്ടുള്ള ഒരു സംഭവമാണ് അത്. പിന്നെ അന്നത്തെ ദിവസം ദേവസേനയുടെ ഭജൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ മോൾക്ക് ഒരു പാട്ട് പാടണമെന്ന് പറഞ്ഞാൽ അവൾ പാടി. നല്ല സൂപ്പറായിട്ട് പാടുകയും ചെയ്തു. പിന്നെ രുക്മിണി സ്വയംവരം ആയിരുന്നു. രുക്മിണി സ്വയംവരം അത് വളരെ മനോഹരമായിട്ട് തന്നെ കഴിഞ്ഞു. അതൊരു എന്താ പറഞ്ഞ അന്നത്തെ ദിവസം എനിക്ക് പോകാൻ പറ്റിയില്ല. ഏട്ടനാണ് വീഡിയോ ഒക്കെ എടുത്തു തന്നത്. അത് കഴിയുമ്പോൾ പിന്നെ കുചേലാഗമനം അതായിരുന്നു. അതും വളരെ മനോഹരമായിട്ട് നടന്നു. എല്ലാം സപ്താഹം നല്ല രീതിയിലായിരുന്നു അവസാനിച്ചത്. അപ്പം ഈ കുചേലൻ്റെ ഇത് വളരെ എന്താ പറയുന്നത്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇത് നേരിട്ട്? ഈ സപ്താഹത്തിന് പോയി കണ്ടിട്ടുള്ളവരാണെങ്കിൽ അതൊരു ഒരു അനുഭവം തന്നെയാണ്. ഒരു സൗഹൃദത്തിൻ്റെ ആഴം അത് മനസ്സിലാക്കാൻ പറ്റാതെ അവരുടെ ആ ഒരു കഥകളി രൂപത്തിലാണ് അതവർ അവതരിപ്പിക്കുന്നത്. അത് കാണാൻ നല്ല രസമാണ്. ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ടത് അന്നേ ദിവസം. പക്ഷെ എനിക്കൊന്ന് പോകാൻ പറ്റിയിരുന്നില്ല. ചാരയിടത്തു ശ്രീ ദേവിയുമാ
പ്രാണപ്രിയ സഖ സങ്കേത രോമാഞ്ചാലു പ്രാണിപതി ബാഷ്പബിന്ദുക്കൾ വർഷിച്ചു നിന്നത് പ്രാണിപതി ബാഷ്പബിന്ദുക്കൾ വർഷിച്ചു നിന്നിതു അപ്പോ വിപ്രപര്യനും മാധവസംഖ്യേന് ശുദ്ധനായി അങ്ങനെ അത് കഴിഞ്ഞ് നമ്മുടെ ഈ ഭാഗവത പാരായണം വീണ്ടും തുടർന്നു. സപ്താഹം കഴിയും വരെ ഉണ്ട്. പിന്നെ രാത്രിയിൽ മുതലശ്ശേരിയിലെ ബാലസംഘത്തിൻ്റെ കൈകൊട്ടിക്കളി, പിന്നെ പിള്ളേരുടെ ഡാൻസ്, ഇതൊക്കെ ഉണ്ടായിരുന്നു. വളരെ മനോഹരമായിട്ടുള്ള ഇതൊക്കെയായിരുന്നു. ഡാൻസൊക്കെ അടിപൊളിയായിരുന്നു. അവിടുത്തെ മോളുടെ ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം കൂടെ ഉൾപ്പെടുത്താൻ വലിയൊരു വീഡിയോ ആകത്തില്ല, അതുകൊണ്ടാണേ. പിന്നെ ആറാട്ടായപ്പോഴത്തേക്കും ഒരു സങ്കടം ഇല്ലാതെ ഇല്ല. കാരണം എല്ലാം കഴിയുമ്പോൾ ഒരു വിഷമാണല്ലോ. കാരണം നമ്മുടെ വീടും അടുത്ത് തന്നെയാണ്. അപ്പം എല്ലാം കൂടെ ഒരു ബഹളവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം അതെല്ലാം കഴിഞ്ഞപ്പോൾ ഒരു സങ്കടം. പിന്നെ ഞങ്ങൾ താലപ്പൊലി എടുക്കാനുള്ള ഒരുക്കത്തിലൊക്കെ ആയിരുന്നു. ഭഗവതി എല്ലാം ഒരുങ്ങിയിരിക്കുകയാണ്. പിന്നെ താലപ്പൊലി എടുക്കണമെന്ന് വിചാരിച്ചില്ല, പക്ഷേ എടുത്തു. അതാണ്, എനിക്ക് കാലിനെല്ലാം മുറിഞ്ഞിരിക്കുമായിരുന്നു. പക്ഷേ എന്തോ ഞാനങ്ങ് എടുത്തു. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ നടക്കുന്ന നടപ്പ് കാണുമ്പോഴേ അറിയാം എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാലും ഞാൻ നടന്നു. ഓരോ ക്ഷേത്രങ്ങളിലും അവിടെ ഒരുപാട് ക്ഷേത്രങ്ങളുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ താലപ്പൊലികളുമായിട്ട് പോകും. അവിടെ നിന്നെല്ലാം വെള്ളവും അതൊക്കെ തരും നമുക്ക്. അങ്ങനെ ക്ഷീണമൊന്നും വന്നില്ല. എല്ലാം നല്ല രീതിയിൽ കഴിയും. അപ്പം അവിടെ നന്ദികേശ സന്നിധി വെച്ചിട്ട് നമ്മൾ മന്നാലിലെ എരുത്തിക്കാവിൽ ദേവിമാർ, അതായത് ഭദ്രയും ദുർഗയാണ്. അത് എന്താ പറയുന്നത്, അത് കാണേണ്ട കാഴ്ച തന്നെയായിരുന്നു. അത് നിങ്ങൾ കണ്ടോളൂ. परदेवते